ഈ വാക്കുകൾ നിങ്ങൾക്കായി മാത്രം എഴുതപ്പെട്ടതാണ്. മീനം രാശിക്കാരെ, ദൈവം ഇന്ന് നിങ്ങളെ നോക്കുന്നുണ്ട്. ശരിക്കും നോക്കുന്നുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായി നിങ്ങൾ മനസ്സിൽ ഒറ്റയ്ക്ക് പേറിനടന്ന ആ ഭാരം, ആ കണ്ണീർ, ആ ഉള്ളുകൊണ്ടുള്ള നിലവിളി, എല്ലാം ദൈവം കേട്ടിരുന്നു. ഇന്ന് ആ ഉത്തരം വരുന്ന ദിവസമാണ്. നിങ്ങൾ ഈ വീഡിയോ തുറന്നത് യാദൃച്ഛികമല്ല. ഇത് ദൈവകൃപയുടെ ഒരു സൂക്ഷ്മ സ്പർശനമാണ്. ഒരു ദൈവദൂതൻ നിങ്ങളുടെ വഴിയിൽ നിൽക്കുന്നു, കൈനീട്ടി നിങ്ങളെ വിളിക്കുന്നു. മീനം രാശിക്കാർക്ക് ഇന്ന് ആകാശത്ത് ഒരു അസാധാരണ കൃപ ഒഴുകുന്നുണ്ട്. ഗ്രഹങ്ങളുടെ ചലനം, നക്ഷത്രങ്ങളുടെ സ്ഥാനം, കർമ്മഫലങ്ങളുടെ ഗതി, ഇവ എല്ലാം ഒരു ബിന്ദുവിൽ ഒത്തുചേർന്നിരിക്കുന്നു. ആ ബിന്ദു ഇന്നാണ്, ഈ നിമിഷമാണ്. നിങ്ങൾ ജീവിതത്തിൽ ഒരു കടുത്ത ഘട്ടം കടന്നുവന്നതാണ്. ചിലർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ചിലർക്ക് ബന്ധങ്ങളിൽ വേദന അനുഭവിക്കേണ്ടി വന്നു. ചിലർ ആരോഗ്യ പ്രശ്നങ്ങളാൽ തളർന്നിരുന്നു. ചിലർ വർഷങ്ങളായി ഒരു ലക്ഷ്യത്തിനായി ഓടി ക്ഷീണിച്ചിരിക്കുന്നു. ഇതൊക്കെ ആ ദൈവം കണ്ടിട്ടുണ്ട്, കണക്കാക്കിയിട്ടുണ്ട്. ഇന്ന് ആ കണക്ക് തിരിച്ചടക്കുന്ന ദിവസമാണ്. നിങ്ങൾക്ക് അനുകൂലമായി. മീനം രാശി ജലതത്വ രാശിയാണ്. ആഴക്കടലിന്റെ ഗഹനതയും ശാന്തജലത്തിന്റെ കോമളതയും ഒരുമിച്ചു ചേർന്ന ഒരു ആത്മാവ് നിങ്ങളിൽ ഉണ്ട്. ആ ആത്മാവിനെ ഇന്ന് ദൈവം തൊട്ടിരിക്കുന്നു. ഈ വീഡിയോ മുഴുവൻ കേൾക്കൂ. ഒരൊറ്റ വാക്കും മുടക്കരുത്. കാരണം ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവാണ്. നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നത് ഒരു യാദൃച്ഛികതയല്ല. ഇത് ദൈവത്തിന്റെ ഒരു സൂക്ഷ്മ നിയോഗമാണ്. മീനം രാശിക്കാരെ, ഈ നിമിഷം നിങ്ങളുടെ ഇഷ്ടദേവരുടെ പേര് താഴെ കമന്റ് ചെയ്യൂ. ആ ഒരു പേര് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ ദൈവശക്തിയെ ഈ നിമിഷം ആവാഹിക്കുകയാണ്. ആ ഊർജം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുകി വരും. ഇതൊരു വെറും കമന്റല്ല, ഇത് ഒരു പ്രാർത്ഥനയാണ്. ഒരു ഭക്തിയുള്ള മനസ്സിന്റെ ഏറ്റുപറച്ചിലാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ഇടൂ. നിങ്ങളുടെ ആ ഒറ്റ ലൈക്ക് ഈ അറിവ് മറ്റൊരു മനുഷ്യന്റെ അടുത്തേക്ക് എത്തിക്കും. ആ മനുഷ്യനും ഒരുപക്ഷേ ഇതേ വേദന അനുഭവിക്കുന്നുണ്ടാകും. നിങ്ങൾ ഷെയർ ചെയ്യുന്നത് ഒരു ദൈവകർമ്മമാണ്, ഒരു പുണ്യകർമ്മമാണ്. ഇനി ജ്യോതിഷ പരിശോധനയെക്കുറിച്ച് ഒരു കാര്യം പറയണം. നിങ്ങളുടെ ജനനകുണ്ഡലി വിശദമായി പരിശോധിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ, വിവാഹ പൊരുത്തം അറിയണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ, ജീവിതത്തിലെ ഒരു പ്രത്യേക സമയത്തെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ, താഴെ കമന്റ് വിഭാഗത്തിൽ വിശദവിവരങ്ങൾ ഉണ്ട്. അത് ഒന്ന് നോക്കൂ. ദൈവകൃപ നിങ്ങൾക്ക് ഒരു ശരിയായ വഴി കാണിക്കട്ടെ. ഇനി നമുക്ക് ഗ്രഹങ്ങളുടെ ഊർജ്ജത്തിലേക്ക് കടക്കാം. കാരണം ഇന്ന് ആകാശത്ത് നടക്കുന്നത് സാധാരണമല്ല. ഗുരു ഭഗവാൻ ഇപ്പോൾ മീനം രാശിക്കാർക്ക് ഒരു അത്ഭുതകരമായ സ്ഥാനത്ത് നിൽക്കുകയാണ്. ഗുരു ദേവഗ്രഹമാണ്. ജ്ഞാനത്തിന്റെ, ഭാഗ്യത്തിന്റെ, ദൈവകൃപയുടെ ഗ്രഹമാണ്. ഗുരു നിങ്ങളുടെ ഭാഗ്യഭാവത്തെ സ്പർശിക്കുമ്പോൾ ജീവിതത്തിൽ ഒരു അദൃശ്യ കൈ നിങ്ങളെ മുന്നോട്ട് നയിക്കാൻ തുടങ്ങും. ആ കൈ ഇന്ന് നിങ്ങളുടെ തോളിൽ ഉണ്ട്. നിങ്ങൾക്ക് അത് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരു അപ്രതീക്ഷിത സഹായം, ഒരു നല്ല വാക്ക്, ഒരു പ്രശ്നം പെട്ടെന്ന് തീർന്നുപോകൽ, ഇതൊക്കെ ഗുരുവിന്റെ കൃപയുടെ ലക്ഷണങ്ങളാണ്. ഗുരു ഇന്ന് നിങ്ങളോട് ഒരു കാര്യം ആവശ്യപ്പെടുന്നു. ആ കാര്യം ലളിതമാണ്. വിശ്വാസം. ദൈവത്തിൽ ഉള്ള, ജീവിതത്തിൽ ഉള്ള, നിങ്ങൾ തന്നെ ഉള്ള വിശ്വാസം. ആ വിശ്വാസം ഉണ്ടെങ്കിൽ ഗുരുഭഗവാൻ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന എല്ലാം തരും. ഒരൊറ്റ ദിവസം കൊണ്ടല്ലായിരിക്കും, പക്ഷേ ഉറപ്പായും തരും. ശനി ഭഗവാൻ കർമ്മഫലങ്ങളുടെ അധിപനാണ്. ശനിയെ പലരും ഭയക്കും. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ശനി ദ്രോഹിയല്ല. ശനി ഒരു നീതിമാനായ ന്യായാധിപനാണ്. നിങ്ങൾ ചെയ്ത നന്മയ്ക്ക് ശനി പ്രതിഫലം തരും. നിങ്ങൾ ചെയ്ത കർമ്മങ്ങളുടെ ഫലം ഇപ്പോൾ ശനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഇക്കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ ക്ഷമയോടെ, ആർജവത്തോടെ, നേർമ്മയോടെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ ശനി ഇന്ന് ആ കണക്ക് തിരിച്ചടക്കാൻ വന്നിരിക്കുകയാണ്. ശനി ഇപ്പോൾ മീനം രാശിക്കാർക്ക് ഒരു കർമ്മശുദ്ധി നൽകുന്ന ഘട്ടത്തിലാണ്. ഇത് ബുദ്ധിമുട്ടുകളുടെ ഒടുവിൽ ഒരു തുറസ് അനുഭവിക്കുന്ന ഘട്ടമാണ്. ഒരു ദീർഘ ഇരുട്ടിനൊടുവിൽ ഒരു ചെറിയ വെളിച്ചം കണ്ടതുപോലെ. ആ വെളിച്ചം ഇന്ന് നിങ്ങളുടെ വഴിയിൽ ഉണ്ട്. രാഹുകേതു ഇപ്പോൾ ഒരു സൂക്ഷ്മ ചലനത്തിലാണ്. ഈ ചലനം മീനം രാശിക്കാർക്ക് പഴയ ബന്ധങ്ങളിൽ നിന്ന് മോചനം, പഴയ ദുഃഖങ്ങളിൽ നിന്ന് വിടുതൽ, പഴയ ഭ്രമങ്ങളിൽ നിന്ന് ഉണർച്ച, ഇവ നൽകുന്ന കാലമാണ്. രാഹു നിങ്ങളെ ഒരു പുതിയ ദിശയിലേക്ക് നയിക്കുന്നു. ആ ദിശ ഇതുവരെ നിങ്ങൾ ചിന്തിക്കാത്ത ഒന്നാകാം, പക്ഷേ അത് ശരിയായ ദിശയാണ്. കേതു നിങ്ങളുടെ ആത്മജ്ഞാനത്തെ ഉണർത്തുകയാണ്. ആ ഉണർച്ച ഇന്ന് നിങ്ങൾക്ക് അനുഭവമാകും. ഈ ഗ്രഹസംയോഗം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കർമ്മ മാറ്റം കൊണ്ടുവരുന്നു. ഈ മാറ്റം ഒരു ദിവസം കൊണ്ടുവരില്ല. ക്രമക്രമമായി, ശാന്തമായി ഒഴുകുന്ന ജലം പോലെ ഇത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിവരും. ഇനി വരുന്ന ദിവസങ്ങൾ ശ്രദ്ധിക്കൂ. ചെറിയ ചെറിയ സൂചനകൾ ഉണ്ടാകും. അവ കാണാൻ കഴിയുന്ന കണ്ണ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. പരിഹാരങ്ങളും കർമ്മപരിഹാരങ്ങളും ആദ്യം അറിയണം. കാരണം ഗ്രഹങ്ങൾ ഒരുക്കിയ വഴി നടക്കാൻ നമ്മൾ തയ്യാറാകണം. മീനം രാശിക്കാർക്ക് ഇന്ന് ഏറ്റവും ഉചിതമായ പരിഹാരം ജലദേവതയ്ക്ക് പ്രാർത്ഥന അർപ്പിക്കുന്നതാണ്. രാവിലെ ഉണർന്ന് ഒരു ഗ്ലാസ് ശുദ്ധജലം കയ്യിൽ എടുക്കൂ.
ആ ജലത്തിൽ നിങ്ങളുടെ ഇഷ്ടദേവരുടെ നാമം മനസ്സിൽ ഉരുവിടൂ. ആ ജലം ഒരു ചെടിക്ക് ഒഴിക്കൂ. ഇത് ഒരു ചെറിയ കർമ്മമാണ്, പക്ഷേ ഈ കർമ്മം ഒരു ശക്തമായ ആത്മശുദ്ധിയാണ്. ജലം ജീവന്റെ പ്രതീകമാണ്. ആ ജീവൻ ഒരു ചെടിക്ക് നൽകുമ്പോൾ ദൈവം ആ ദയ തിരിച്ചടക്കും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ ഊർജം ഒഴുകും. വ്യാഴാഴ്ച ദിവസം ഗുരുഭഗവാന്റെ ദിവസമാണ്. ആ ദിവസം ഒരു ക്ഷേത്രത്തിൽ പോകൂ. വലിയ ക്ഷേത്രം ആകണമെന്നില്ല. അടുത്തുള്ള ഒരു ചെറിയ ദേവാലയം മതി. ഒരു നെയ്വിളക്ക് കൊളുത്തൂ. ആ വെളിച്ചം കത്തിനിൽക്കുമ്പോൾ നിങ്ങളുടെ ഏറ്റവും ആഴത്തിലുള്ള ആഗ്രഹം ദൈവത്തോട് പറയൂ. ഉറക്കെ പറയേണ്ട, മനസ്സിൽ പറഞ്ഞാൽ മതി. ദൈവം കേൾക്കും, ഉറപ്പായും കേൾക്കും. ശനിദോഷ പരിഹാരമായി ശനിയാഴ്ച ദിവസം ഒരു ദരിദ്രനായ മനുഷ്യന് ഭക്ഷണം നൽകൂ. അത് ഒരു ചപ്പാത്തി ആകാം, ഒരു പഴം ആകാം. ആ ദാനം ശനിഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. നിങ്ങൾ ഒരു മനുഷ്യന്റെ വിശപ്പ് മാറ്റുമ്പോൾ ശനി നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ഭാരം ഇറക്കിവയ്ക്കും. ഇത് ജ്യോതിഷശാസ്ത്രം മാത്രമല്ല, ഇത് മനുഷ്യത്വത്തിന്റെ ഒരു പ്രാഥമിക ധർമ്മം കൂടിയാണ്. രാഹുകേതു ദോഷ പരിഹാരമായി ഓരോ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഒരു ദീപം കൊളുത്തു. ആ വെളിച്ചത്തിൽ ഒരു നിമിഷം ഇരിക്കൂ. ദിവസം ചെയ്ത നന്മകളെക്കുറിച്ച് ഒരു നിമിഷം ചിന്തിക്കൂ. ദൈവത്തിന് നന്ദി പറയൂ. ഈ ഒരൊറ്റ ശീലം നിങ്ങളുടെ കർമ്മഭാരം ക്രമക്രമമായി ഇറക്കിവയ്ക്കും. ഉള്ളിലെ ഭ്രമങ്ങൾ അകലും. ഉള്ളിൽ ഒരു ശാന്തി വരും. ആ ശാന്തിയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത്. ആത്മ ഉണർച്ചയ്ക്കായി ഒരു കാര്യം ചെയ്യൂ. ഈ ആഴ്ച ഒരൊറ്റ ദിവസം രാവിലെ ഉണർന്ന് ഒരു ദൈവഗാനം കേൾക്കൂ. ആ ഗാനം ഹൃദയത്തിൽ തൊടട്ടെ. ആ ഒരൊറ്റ ഗാനം നിങ്ങളുടെ ആ ദിവസത്തിന്റെ ഊർജം മൊത്തം മാറ്റും. ഗ്രഹങ്ങൾ ഒരുക്കിയ വഴി നടക്കാൻ ഈ ആത്മ ഊർജം ആവശ്യമാണ്. ഇനി ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളിലേക്ക് കടക്കാം. ആദ്യം ജോലിയും സമ്പദ്വ്യവസ്ഥയും. മീനം രാശിക്കാർക്ക് ഇനി വരുന്ന 7 മുതൽ 14 ദിവസം വരെ തൊഴിൽ മേഖലയിൽ ഒരു പ്രത്യേക ഊർജം അനുഭവിക്കും. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ജോലിയിൽ ഒരു മടുപ്പ് തോന്നിയിരുന്നു. ഒരു ഉത്സാഹക്കുറവ് ഉണ്ടായിരുന്നു. ആ ഘട്ടം കടന്നുപോകുകയാണ്. ഇനി ഒരു പുതിയ ഉണർവ് വരും. ജോലിസ്ഥലത്ത് നിങ്ങളുടെ കഴിവ് ശ്രദ്ധിക്കപ്പെടും. ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തി നിങ്ങളുടെ പ്രവർത്തനം ശ്രദ്ധിക്കും. ആ ശ്രദ്ധ ഒരു നല്ല ഫലം നൽകും. ബിസിനസ് ചെയ്യുന്നവർക്ക് ഇക്കാലത്ത് ഒരു പുതിയ ബന്ധം ഉണ്ടാകും. ഒരു പുതിയ ആൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും. ആ ആൾ ഒരു സഹായി ആകാം, ഒരു ഉപദേഷ്ടാവ് ആകാം, ഒരു പ്രധാനപ്പെട്ട ഉപഭോക്താവ് ആകാം. ആ ബന്ധം നിങ്ങളുടെ ബിസിനസ്സിന് ഒരു നല്ല തിരിവ് നൽകും. ഈ ബന്ധം ദൈവം ഒരുക്കിയതാണ്. ആ ആളിനെ കണ്ടുമുട്ടുമ്പോൾ ഒരു അദൃശ്യ ആകർഷണം അനുഭവിക്കും. ആ അനുഭവം ഗ്രഹങ്ങളുടെ ഒരു സൂചനയാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ ഇനി ഒരു ഭദ്രത വരും. ഒരുപക്ഷേ ഒരു കുടിശ്ശിക പണം തിരികെ കിട്ടിയേക്കാം. ഒരു പ്രതീക്ഷിക്കാത്ത വഴിയിൽ ഒരു ചെറിയ ധനലാഭം ഉണ്ടാകാം. ഇത് വലിയ ഒരു ഒഴുക്കിന്റെ തുടക്കമാണ്. ഈ ധനം ശ്രദ്ധയോടെ ഉപയോഗിക്കൂ. ദാനധർമ്മം ചെയ്യൂ. ദൈവത്തിന്റെ പേരിൽ ഒരു ചെറിയ ദാനം ചെയ്യുമ്പോൾ ആ ദാനം ഒരു 1000-ആയി തിരിച്ചുവരും. ഒന്നു ശ്രദ്ധിക്കൂ. ഈ കാലത്ത് ആരെങ്കിലും ഒരു ലാഭകരമായ നിക്ഷേപ അവസരം വാഗ്ദാനം ചെയ്താൽ തിടുക്കത്തിൽ തീരുമാനം എടുക്കരുത്. ഒരു ആഴ്ച ചിന്തിക്കൂ. ഗ്രഹങ്ങൾ ഒരു വശം ഭദ്രത നൽകുന്നുണ്ടെങ്കിലും ഒരു വശം ജാഗ്രത ആവശ്യപ്പെടുന്നു. ജാഗ്രതയോടുള്ള ഒരു ചുവട് ഒരു അശ്രദ്ധയോടുള്ള 10 ചുവടിനേക്കാൾ നല്ലതാണ്. ഇനി പ്രണയം, വിവാഹം, ബന്ധങ്ങൾ, കുടുംബം. മീനം രാശിക്കാർ ഹൃദയം കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ്. സ്നേഹം നൽകുന്നതിൽ, സ്നേഹം ആഗ്രഹിക്കുന്നതിൽ നിങ്ങൾ തനതാണ്. ഈ കാലത്ത് ആ സ്നേഹത്തിന് ഒരു പ്രതിഫലം ലഭിക്കും. ഇപ്പോൾ പ്രണയബന്ധത്തിൽ ഉള്ളവർക്ക് ഈ ആഴ്ചകളിൽ ഒരു ആഴമേറിയ അടുപ്പം അനുഭവിക്കും. ഒരുപക്ഷേ ഒരു ദീർഘദൂര ഫോൺ വിളി, ഒരു അപ്രതീക്ഷിത കൂടിക്കാഴ്ച, ഒരു ഹൃദ്യമായ ഒരു സ്നേഹ ആവിഷ്കാരം. ഇതൊക്കെ ഉണ്ടാകാം. ബന്ധത്തിൽ ഒരു തടസ്സം ഉണ്ടായിരുന്നെങ്കിൽ ആ തടസ്സം ഈ കാലത്ത് ഒഴിഞ്ഞു മാറും. ഒരു തെറ്റിദ്ധാരണ ദൂരീകരിക്കപ്പെടും. ഒരു ആഴത്തിലുള്ള സംഭാഷണം ഉണ്ടാകും. ആ സംഭാഷണം ഒരു പുതിയ ആരംഭം ഒരുക്കും. വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് ഈ കാലം ഒരു ശുഭഘട്ടമാണ്. ഒരു നല്ല ആലോചന വരാം. ഒരു പ്രധാനപ്പെട്ട കുടുംബയോഗം ഉണ്ടാകാം. ഈ ആലോചന ദൈവം ഒരുക്കിയ ഒരു ഭവിഷ്യത്ത് ആകാം. അത് ഒഴിവാക്കരുത്. ദൈവം ഒരുക്കുന്ന വഴി ദൈവം തന്നെ തുറന്നുതരും. ദാമ്പത്യ ജീവിതത്തിൽ ഈ കാലത്ത് ഒരു സ്നേഹ പുനർജന്മം ഉണ്ടാകും. ദൈനംദിന ജീവിതത്തിന്റെ ഓട്ടത്തിൽ ചിലപ്പോൾ ദമ്പതികൾ തമ്മിൽ ഒരു അകൽച്ച വരാറുണ്ട്. ആ അകൽച്ച ഇനി കുറയും. ഒരു ചെറിയ യാത്ര, ഒരു ഒന്നിച്ചുള്ള ക്ഷേത്ര ദർശനം, ഒരു ഒന്നിച്ചുള്ള ഭക്ഷണം. ഇങ്ങനെ ചെറിയ ചെറിയ നിമിഷങ്ങൾ വലിയ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കും. ഈ കാലം ആ നിമിഷങ്ങൾ ഉണ്ടാക്കാൻ ഉചിതമാണ്. കുടുംബത്തിൽ ഒരു ചെറിയ ഭിന്നത ഉണ്ടായിരുന്നെങ്കിൽ ആ ഭിന്നത ഈ കാലത്ത് ഒഴിഞ്ഞു മാറും. ഒരു മുതിർന്ന കുടുംബാംഗത്തിന്റെ ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കൂ. അവർക്ക് ഒരു ചെറിയ ബുദ്ധിമുട്ട് ഉണ്ടായേക്കാം. ആ ബുദ്ധിമുട്ട് ഗൗരവമുള്ളതല്ല. ഒരു ചെറിയ ശ്രദ്ധ, ഒരു ചെറിയ സ്നേഹപ്രകടനം ആ ആൾക്ക് ഒരു ശക്തി നൽകും. ആ ശക്തി ദൈവത്തിന്റെ ഒരു കൃപ ആകും. ഇനി ആരോഗ്യം, വിദ്യ, യാത്ര, അദൃശ്യ ഭീഷണികൾ, അപ്രതീക്ഷിത ലാഭം. ആരോഗ്യ കാര്യങ്ങളിൽ ഈ കാലം ഒരു ക്രമമായ ശ്രദ്ധ ആവശ്യപ്പെടുന്ന ഘട്ടമാണ്. ഉദരസംബന്ധമായ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. ഭക്ഷണക്രമം ശ്രദ്ധിക്കൂ. ജലം ആവശ്യത്തിന് കുടിക്കൂ.
മീനം രാശി ജലതത്വ രാശിയായതിനാൽ ജലം നിങ്ങൾക്ക് ഒരു ഔഷധം കൂടിയാണ്. ഉറക്കം ക്രമപ്പെടുത്തൂ. രാത്രി വൈകി ഉണർന്നിരിക്കുന്ന ശീലം ഈ കാലത്ത് കുറയ്ക്കൂ. ആ ഒറ്റ ശീലം നിങ്ങളുടെ ആരോഗ്യം ഒരുപാട് മെച്ചപ്പെടുത്തും. മാനസിക സ്വാസ്ഥ്യം ഈ കാലത്ത് ഉയരും. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഒരു ഉൾക്കിടിലം ഉണ്ടായിരുന്നു. ഒരു ഉത്കണ്ഠ ഉണ്ടായിരുന്നു. ആ ഉത്കണ്ഠ ഇനി കുറയും. ഒരു ആന്തരിക ശാന്തി വരും. ആ ശാന്തി ഗ്രഹകൃപയുടെ ഒരു ലക്ഷണമാണ്. വിദ്യാർത്ഥികൾക്ക് ഈ കാലം ഒരു ഏകാഗ്രതയുടെ ഘട്ടമാണ്. പഠനത്തിൽ ഒരു ശ്രദ്ധക്കുറവ് ഉണ്ടായിരുന്നെങ്കിൽ ആ ശ്രദ്ധ ഇനി വരും. ഒരു കഠിനമായ വിഷയം ഇനി എളുപ്പമായി തോന്നും. ഒരു ഗുരു അല്ലെങ്കിൽ മാർഗദർശി ഈ കാലത്ത് ഒരു നല്ല ഉപദേശം നൽകും. ആ ഉപദേശം ജീവിതത്തിലെ ഒരു വഴിത്തിരിവ് ആകും. യാത്ര ആഗ്രഹിക്കുന്നവർക്ക് ഈ കാലം ഒരു ശുഭഘട്ടമാണ്. ഒരു ക്ഷേത്രയാത്ര, ഒരു കുടുംബയാത്ര, ഒരു ആനന്ദയാത്ര, ഇതൊക്കെ ഈ കാലത്ത് ഫലവത്തായിരിക്കും. വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഒരു നല്ല വാർത്ത ഉണ്ടായേക്കാം. ഒരു അപേക്ഷ ഫലം കാണും. ഒരു ഇന്റർവ്യൂ നടക്കും. ആ ഇന്റർവ്യൂ ഒരു നല്ല ഫലം നൽകും. ഒരു കാര്യം ശ്രദ്ധിക്കൂ. ഈ കാലത്ത് ഒരു ശത്രുവിന്റെ പ്രവർത്തനം ശക്തമാകാം. ഒരു ഗോപ്യ ഭീഷണി ഉണ്ടായേക്കാം. ആ ഭീഷണി ഗൗരവമുള്ളതല്ല. ദൈവകൃപ നിങ്ങളോടൊപ്പം ഉള്ളതിനാൽ ആ ശ്രമം ഒരു ഫലവും ഉണ്ടാക്കില്ല. പക്ഷേ ജാഗ്രത ആവശ്യമാണ്. ആരുടെ മുൻപിലും ഉള്ളിലെ കാര്യങ്ങൾ തുറന്നു പറയരുത്. ദൈവം ശ്രദ്ധിക്കുന്നതിനേക്കാൾ ശ്രദ്ധയോടെ ശത്രു ശ്രദ്ധിക്കും. ഇനി ഒരു അപൂർവ കോസ്മിക് നിമിഷത്തെക്കുറിച്ച് പറയണം. ഇത് ശ്രദ്ധിക്കൂ. ഒരു തലമുറയിൽ ഒരിക്കൽ മാത്രം ഉണ്ടാകുന്ന ഒരു ഗ്രഹസംയോഗം ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നു. ഈ സംയോഗം മീനം രാശിക്കാർക്ക് ഒരു ആത്മജ്ഞാനോദയം നൽകും. ഇത് ഒരു ബാഹ്യ സംഭവം മാത്രമല്ല. ഇത് ഒരു ആന്തരിക വിപ്ലവമാണ്. നിങ്ങൾ ഇതുവരെ ജീവിതത്തെ ഒരു വിധത്തിൽ കണ്ടിരുന്നു. ഈ കോസ്മിക് ഘട്ടം കഴിഞ്ഞ ശേഷം ആ കാഴ്ചപ്പാട് മാറും. ഒരു ആഴമേറിയ ദൈവബോധം നിങ്ങളുടെ ഉള്ളിൽ ഉദിക്കും. ഇത് ഒരു ദൈവവിളിയാണ്. ദൈവം നിങ്ങളോട് പറയുകയാണ്, ഇനി ഞാൻ നിന്നോടൊപ്പമുണ്ട്. ഭയക്കേണ്ട, ഒറ്റയ്ക്കല്ല നീ. ആ സ്വരം നിങ്ങൾ ഉള്ളിൽ കേൾക്കുന്നില്ലേ? ഇപ്പോൾ ഈ നിമിഷം ഈ ആത്മ ഉണർച്ച വന്നുകഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യങ്ങൾ ഒന്നൊന്നായി ഫലിക്കും. ജോലിയിൽ, ബന്ധങ്ങളിൽ, ആരോഗ്യത്തിൽ, ആത്മശാന്തിയിൽ ഒരു പൂർണ്ണ പരിവർത്തനം സംഭവിക്കും. ഇത് ആഴ്ചകൾ കൊണ്ട് ഉണ്ടാകുന്ന ഒന്നല്ല. ഇത് ഒരു ക്രമപ്രക്രിയയാണ്. ആ പ്രക്രിയ ഇന്ന് ആരംഭിക്കുന്നു. ഈ നിമിഷം ആരംഭിക്കുന്നു. കർമ്മഭൂമിയിൽ ഒരു വലിയ ദൈവ ഇടപെടൽ ഉണ്ടാകാൻ പോകുകയാണ്. ആ ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു അധ്യായം അടക്കും. ഒരു പുതിയ അധ്യായം തുറക്കും. ആ അധ്യായം ഭദ്രതയുടേതാണ്. ആ അധ്യായം ഉയർച്ചയുടേതാണ്. ആ അധ്യായം ദൈവകൃപയുടേതാണ്. മീനം രാശിക്കാരെ, ഒരു കാര്യം ഹൃദയം കൊണ്ട് ഓർക്കൂ. ഈ ജീവിതത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഒരുനാളും ഒറ്റയ്ക്കായിരുന്നില്ല. ഒരു ദൈവശക്തി എന്നും നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഇരുട്ടിൽ ഒരു നക്ഷത്രം ഉണ്ടായതുപോലെ, കടലിൽ ഒരു ദ്വീപ് ഉണ്ടായതുപോലെ, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ആശ്രയം ആയി ഉണ്ടായിരുന്നു. ഇന്നും ഉണ്ട്, നാളെയും ഉണ്ടായിരിക്കും. നിങ്ങൾ ഇനി ഭയക്കേണ്ടതില്ല. ഭൂതകാലത്തിലെ ഒരു തോൽവി നിങ്ങളെ നിർവചിക്കില്ല. ഒരു ദുഃഖം നിങ്ങളുടെ ഭാഗധേയം ആകില്ല. ഒരു ഇരുട്ട് നിങ്ങളുടെ ആകാശം ആകില്ല. ദൈവം ഒരുക്കിയ വെളിച്ചം ഇന്ന് നിങ്ങളുടെ ദിശ കാണിക്കുന്നു. ഇനി വരുന്ന ദിവസങ്ങൾ നിങ്ങളുടേതാണ്. ആ ദിവസങ്ങൾ ഒരു പ്രതീക്ഷയോടെ, ഒരു ആഴമേറിയ ദൈവവിശ്വാസത്തോടെ, ഒരു ശാന്തമായ മനസ്സോടെ നേരിടൂ. ഗ്രഹങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാണ്. ദൈവകൃപ നിങ്ങൾക്കൊപ്പമുണ്ട്. ആ കൃപ ഒരിക്കലും നിങ്ങളെ കൈവിടില്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ദൈവകൃപ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നിരന്തര ഒഴുക്കായി, ഒരു ശാശ്വത ആശ്വാസമായി, ഒരു ദൈവപ്രകാശമായി നിലനിൽക്കട്ടെ.